നമസ്കാരം, ന്യൂസ് ബ്രേക്സിലേക്ക് സ്വാഗതം. ഞാൻ അമൃത പടിക്കാൽ. വാർത്തകൾ വിശദമായി നോക്കാം. തുറമുഖ, ധാതു, ഏവിയേഷൻ മേഖലകളിൽ പുതിയ പദ്ധതികൾ അവതരിപ്പിച്ചും സ്വകാര്യ നിക്ഷേപം പ്രധാന നയമായും പ്രഖ്യാപിച്ച് വി.ഡി. സതീശൻ സർക്കാരിന്റെ ആദ്യ ബജറ്റ്. ഭൂനിയമങ്ങളിൽ കാലാനുസൃതമായി പരിഷ്കാരം ഉൾപ്പെടെ ശ്രദ്ധേയമായ പ്രഖ്യാപനങ്ങളും ബജറ്റിലുണ്ട്. പ്രതീക്ഷിച്ച ക്ഷേമ പെൻഷൻ വർധന ബജറ്റിലില്ല. റബ്ബറിന്റെ താങ്ങുവില 250 രൂപയാക്കിയിട്ടുണ്ട്. ബിയറും വൈനും ഒഴികെയുള്ള വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി കുറച്ചതോടെ വില കുറയും. പുതിയ സർക്കാരിന്റെ കാഴ്ചപ്പാട് വിശദമാക്കുന്ന പ്രഖ്യാപനങ്ങളും അതുമായി ബന്ധപ്പെട്ട പദ്ധതികളുമാണ് വി.ഡി. സതീശൻ സർക്കാരിന്റെ ആദ്യ ബജറ്റിന്റെ സവിശേഷത. മിഷൻ സമുദ്രയെ ഫ്ളാഗ്ഷിപ്പ് പ്രോജക്റ്റായി ഉയർത്തിക്കാട്ടുന്ന ബജറ്റിൽ വി.ഡി. സതീശൻ എന്ന മുഖ്യമന്ത്രിയുടെ കാഴ്ചപ്പാട് തെളിഞ്ഞു കാണാം. സംസ്ഥാനത്തെ മാരിടൈം സമ്പദ് വ്യവസ്ഥയിലേക്ക് മാറ്റുകയാണ് ലക്ഷ്യം. വിഴിഞ്ഞം, കൊച്ചി തുറമുഖങ്ങൾക്ക് ചുറ്റും നിർമ്മാണ മേഖലകളും സ്റ്റഫിംഗ് സെന്ററുകളും ഡ്രൈ പോർട്ടും സ്ഥാപിക്കും. വിഴിഞ്ഞത്തെ ഗ്രീൻ ബംഗറിംഗ് തുറമുഖമായി ഉയർത്തും. ധാതു സമ്പത്തുകൾ സമൃദ്ധമായുള്ള തെക്കൻ ജില്ലകളിൽ സതേൺ കോറിഡോറും റയർ എർത്ത് ആൻഡ് ക്രിട്ടിക്കൽ മിനറൽസ് കോറിഡോറും സ്ഥാപിക്കും. ഈ പദ്ധതികളിലേക്ക് സ്വകാര്യ നിക്ഷേപം ആകർഷിക്കും. ആലപ്പുഴയെ ബ്ലൂ ഇക്കോണമിയുടെ ഹബ്ബാക്കി മാറ്റുമെന്നും ബജറ്റ് പ്രഖ്യാപിക്കുന്നു. തിരുവനന്തപുരം മേഖല 1 കേരളത്തിന്റെ നോളജ് ആൻഡ് സ്പേസ് ടെക്നോളജി ഹബ്ബായും, കൊല്ലം മേഖല 2 ധാതു സംസ്കരണത്തിന്റെയും അപൂർവ ധാതുക്കളുടെയും കേന്ദ്രമായും, മേഖല 3 ആലപ്പുഴ ഇന്ത്യയുടെ ബ്ലൂ ഇക്കോണമി തലസ്ഥാനമായും മാറും. 4 വിമാനത്താവളങ്ങളെയും ബന്ധിപ്പിച്ചുകൊണ്ട് ഏവിയേഷൻ ഹബ്ബ് വികസിപ്പിക്കും. സ്വകാര്യ നിക്ഷേപം ആകർഷിക്കുന്നതിനായി ഇൻവെസ്റ്റ് കേരളം എന്ന പേരിൽ പ്രത്യേക സെൽ രൂപീകരിക്കും. നിക്ഷേപാനന്തര പിന്തുണ ഉറപ്പുവരുത്തുന്നതിനുള്ള ഏകജാലക സംവിധാനമായും ഈ സെല്ല് പ്രവർത്തിക്കും. ഭൂമി ലഭ്യതയിലെ പരിമിതികൾ, ഉയർന്ന ഭൂവിലയും വേതന നിരക്കും, നടപടിക്രമങ്ങളിലെ കാലതാമസം, ഈ തടസ്സങ്ങൾ മാറിയാൽ മാത്രമേ സാമ്പത്തിക വളർച്ചയ്ക്കും സമഗ്ര പ്രാദേശിക വികസനത്തിനും ഉതകുന്ന തരത്തിലുള്ള നിക്ഷേപകരെ ആകർഷിക്കാൻ സാധിക്കുകയുള്ളൂ. അതിനായി ഡാറ്റ അധിഷ്ഠിത ഇൻവെസ്റ്റ് കേരളം എന്ന പേരിൽ ഒരു പ്രത്യേക സെൽ രൂപീകരിക്കും. മാരക രോഗങ്ങളും മറ്റും പിടിപെട്ട് ചികിത്സ തേടുന്നവരെ സഹായിക്കാനുള്ള വൺ കേരള കരുതൽ മിഷനാണ് ബജറ്റിന്റെ മനുഷ്യമുഖം. വ്യക്തികളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും മിഷൻ സഹായം സ്വീകരിക്കും. ഭൂമിയുടെ ന്യായവില പരിഷ്കരിക്കുമെന്നതാണ് ബജറ്റിലെ മറ്റൊരു ശ്രദ്ധേയമായ പ്രഖ്യാപനം. കോഴിക്കോട്, തിരുവനന്തപുരം നഗരങ്ങളിൽ ലൈറ്റ് മെട്രോ പദ്ധതി നടപ്പിലാക്കും. റബ്ബറിന്റെ താങ്ങുവില 200 രൂപയിൽ നിന്ന് 250 രൂപയായി വർദ്ധിപ്പിച്ചു. മത്സ്യത്തൊഴിലാളികളുടെ മണ്ണെണ്ണ സബ്സിഡിയും 75 രൂപയായി വർദ്ധിപ്പിച്ചു. തീരദേശവാസികൾക്ക് പട്ടയം നൽകും. പട്ടിക വിഭാഗത്തിനും മത്സ്യത്തൊഴിലാളികൾക്കും പ്രത്യേക ഭവന പദ്ധതി പ്രഖ്യാപിക്കുന്ന ബജറ്റ് ലൈഫ് ഭവന പദ്ധതിയെക്കുറിച്ച് ഒന്നും പറയുന്നില്ല. കോളേജ് വിദ്യാർത്ഥികൾക്കുള്ള 1000 രൂപ, യുവസംരംഭകർക്കുള്ള പലിശരഹിത വായ്പ എന്നിവയെക്കുറിച്ചും ബജറ്റ് മൗനം പാലിക്കുകയാണ്. അധിക വിഭവസമാഹരണം ലക്ഷ്യമിട്ടുള്ള പുതിയ പ്രഖ്യാപനങ്ങളെക്കാൾ മുഖ്യമന്ത്രി ഊന്നൽ നൽകുന്നത് നികുതി കുടിശ്ശിക പിരിച്ചെടുക്കുന്നതിനാണ്. ബിയറും വൈനും ഒഴികെയുള്ള വീര്യം കുറഞ്ഞ മദ്യങ്ങളുടെ നികുതി കുറച്ചു. തൽഫലമായി ഈയിനം മദ്യങ്ങളുടെ വില കുറയും. സ്വകാര്യ ബസ്സുകളുടെ ത്രൈമാസ നികുതി പകുതിയായി കുറച്ചു. ഓൾ ഇന്ത്യ പെർമിറ്റുള്ള ടൂറിസ്റ്റ് ബസ്സുകളുടെ ത്രൈമാസ നികുതിയിലും കുറവ് വരുത്തി. ട്രെയിലർ വാഹനങ്ങളുടെ നികുതി സ്ലാബ് ഏകീകരിച്ചതോടെ 22 മുകളിലുള്ള വാഹനങ്ങളുടെ നികുതി കുറയും. 40 ലക്ഷത്തിന് മുകളിൽ വിലയുള്ള ഇലക്ട്രിക് വാഹനങ്ങളുടെ നികുതി 10% നിന്ന് 15% കൂട്ടിയതോടെ ഈ ഇനത്തിൽപ്പെട്ട വാഹനങ്ങളുടെ വില കൂടും. വില കുറച്ച് കാണിച്ച് രജിസ്റ്റർ ചെയ്ത ആധാരങ്ങളുമായി ബന്ധപ്പെട്ട കേസുകൾ തീർപ്പാക്കാനായി ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതിയും ബജറ്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 24 തിരുവനന്തപുരം. വി.ഡി. സതീശൻ സർക്കാരിന്റെ ആദ്യ ബജറ്റിൽ മുൻ സർക്കാരിന്റെ സാമ്പത്തിക കെടുകാര്യസ്ഥതയിൽ രൂക്ഷ വിമർശനം. പദ്ധതി ചെലവിലെ യഥാർത്ഥ കണക്കുകൾ മറച്ചുവെച്ചെന്നും പ്രതീക്ഷിച്ച വരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് മുൻ സർക്കാർ വാർഷിക പദ്ധതി തയ്യാറാക്കിയതെന്നും കുറ്റപ്പെടുത്തലുണ്ട്. കിഫ്ബി പൊളിച്ചുപണിയാനും ബജറ്റിൽ തീരുമാനം. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി പറയുന്ന ബജറ്റിലെ ആദ്യ ഭാഗത്ത് തന്നെ മുൻ സർക്കാരിനെ വിമർശിച്ചാണ് തുടങ്ങിയത്. ജനുവരിയിൽ അവതരിപ്പിച്ച ബജറ്റിൽ തെറ്റായ കണക്കുകളാണ് മുൻ സർക്കാർ അവതരിപ്പിച്ചത്. ഈ സർക്കാർ ബജറ്റ് തയ്യാറാക്കുമ്പോൾ പ്രതീക്ഷിത വരുമാനത്തിൽ 20,500 കോടി രൂപയുടെ കുറവുണ്ടായി. സർക്കാരിന് മേലുള്ള ബാധ്യത കിഫ്ബിയും സോഷ്യൽ സെക്യൂരിറ്റി കമ്പനിയുടെയും ഉൾപ്പെടെ 87,012 കോടി രൂപയാണ്. ജീവനക്കാരുടെ ശമ്പള പെൻഷൻ പരിഷ്കരണവും ലീവ് സറണ്ടർ ആനുകൂല്യം പുനഃസ്ഥാപിക്കലും നടപ്പാക്കിയാൽ ഇതിലും കൂടുതൽ ബാധ്യത ഏറ്റെടുക്കേണ്ടി വരുമെന്നും ബജറ്റ്. സംസ്ഥാന ജീവനക്കാരുടെ DA, പെൻഷൻകാരുടെ DR എന്നിവ മുടക്കം കൂടാതെ നൽകും. ലീവ് സറണ്ടറിന്റെ കാര്യത്തിൽ ഉചിതമായ ഒരു തീരുമാനം കൈക്കൊള്ളും. ജീവനക്കാരുടെ ആരോഗ്യ സുരക്ഷാ പദ്ധതിയായ മെഡിസെപ് സമഗ്രമായി പരിഷ്കരിക്കും. മുൻ സർക്കാർ പ്രഖ്യാപിച്ച അഷ്വേർഡ് പെൻഷൻ പദ്ധതിയിൽ അവ്യക്തത നിലനിൽക്കുന്നു. ആയതിനാൽ ഇത് സംബന്ധിച്ച വിലയിരുത്തൽ നടത്തിയതിനു ശേഷം നിലവിലുള്ള NPS പെൻഷൻ സംവിധാനം പരിഷ്കരിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കും. സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാൻ സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിച്ച് വിവിധ മേഖലകളിൽ വൻകിട നിക്ഷേപം ആകർഷിച്ച് ഖജനാവിൽ പണം സമാഹരിക്കണമെന്നും ബജറ്റിൽ പറയുന്നു. മുൻ സർക്കാരിന്റെ അഭിമാന പദ്ധതിയായ കിഫ്ബി സമഗ്രമായി പരിഷ്കരിക്കും. ഇതിനായി വിദഗ്ധ സമിതി രൂപീകരിക്കും. സർക്കാർ എടുത്ത വായ്പയുടെ പലിശ നിരക്കിനേക്കാൾ ഉയർന്ന നിരക്കിലാണ് കിഫ്ബി ഓഫ് ബജറ്റ് ബോറോയിങ് വായ്പ എടുക്കുന്നത്. ഇത് സംസ്ഥാനത്തിന്റെ വായ്പയും കടബാധ്യതയും അനുവദനീയമായ പരിധിക്കപ്പുറത്തേക്ക് വർദ്ധിക്കുന്നതിനും സംസ്ഥാനത്തിന്റെ സാമ്പത്തിക അസന്തുലിതാവസ്ഥയ്ക്കും കാരണമാകുന്നുണ്ട്. ഇക്കാര്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് ഒരു വിദഗ്ധ സമിതിയെ നിയോഗിച്ച്
കിഫ്ബിയുടെ നിലവിലെ പ്രവർത്തന രീതി സമഗ്രമായി പരിഷ്കരിക്കുന്നതിന് നടപടി കൈക്കൊള്ളുന്നതാണ്. കെ എൻ ബാലഗോപാലിന്റെ 37,750 കോടിയിൽ നിന്ന് പദ്ധതി അടങ്കൽ തുക 30,000 കോടിയാക്കി. കേന്ദ്രത്തിൽ നിന്ന് പ്രതീക്ഷിച്ച 20,500 കോടി കിട്ടില്ലെന്ന് വ്യക്തമായതോടെയാണിത്. 24 തിരുവനന്തപുരം. ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കൽ പോലുള്ള ശ്രദ്ധേയമായ പ്രഖ്യാപനങ്ങളില്ലെങ്കിലും സൂക്ഷ്മമായ രാഷ്ട്രീയ സമീപനങ്ങളാണ് ബജറ്റിന്റെ മുഖമുദ്ര. ഡൽഹിയിൽ ശ്രീനാരായണ ഗുരുവിന്റെ പ്രതിമ സ്ഥാപിക്കാനുള്ള തീരുമാനമാണ് ബജറ്റിന്റെ രാഷ്ട്രീയ ഇടപെടൽ വ്യക്തമാക്കുന്ന ശ്രദ്ധേയ പ്രഖ്യാപനം. ഹരിപ്പാടും തിരുവനന്തപുരത്തും പുതിയ മെഡിക്കൽ കോളേജുകൾ പ്രഖ്യാപിച്ചതിലും സൂക്ഷ്മതല ഇടപെടൽ കാണാം. എന്നാൽ ബജറ്റിന് ദിശാബോധമില്ലെന്നും സ്വകാര്യവൽക്കരണ അജണ്ട ഒളിഞ്ഞിരിപ്പുണ്ടെന്നുമാണ് പ്രതിപക്ഷത്തിന്റെ വിമർശനം. ഡൽഹിയിൽ ശ്രീനാരായണ ഗുരുവിന്റെ ദർശനങ്ങൾ പ്രചരിപ്പിക്കുന്നതിനായുള്ള കേന്ദ്രം സ്ഥാപിക്കുന്നത് കേരള പിറവി മുതൽ അധികാരത്തിലിരുന്ന സർക്കാരുകൾ ശ്രദ്ധിക്കാതെ പോയ കാര്യമാണ്. അതിലാണ് വി.ഡി. സതീശൻ സർക്കാരിന്റെ നോട്ടമെത്തിയിരിക്കുന്നത്. വർഗീയ പരാമർശങ്ങൾ നടത്തുന്ന വെള്ളാപ്പള്ളി നടേശനുമായുള്ള ഭിന്നത ശ്രീനാരായണീയ ദർശനങ്ങളെ പിന്തുണയ്ക്കുന്നതിനെ ബാധിക്കില്ലെന്ന പ്രഖ്യാപനമാണ് സതീശൻ നടത്തിയിരിക്കുന്നത്. ശ്രീനാരായണ ഗുരുദേവന് ഡൽഹിയിൽ പ്രതിമയും സാംസ്കാരിക കേന്ദ്രവും സ്ഥാപിക്കുന്നതിനായി 1 കോടി രൂപ വകയിരുത്തുന്നു. ശിവഗിരിയിലെ പിൽഗ്രിം സെന്ററിനും ബജറ്റിന്റെ കരുതലുണ്ട്. കടുത്ത മത്സരത്തിലൂടെ UDF MLA-മാർ ജയിച്ചുവന്ന പത്തനാപുരം, തൃത്താല പോലുള്ള മണ്ഡലങ്ങളിൽ അനുവദിച്ച പദ്ധതികളും ബജറ്റിന്റെ സൂക്ഷ്മതല ഇടപെടൽ വ്യക്തമാക്കുന്നു. കോട്ടയത്തെ സ്കൈവാക്ക് പദ്ധതി തുടരുമെന്ന് പ്രഖ്യാപിക്കുന്ന ബജറ്റ് അത് കൊല്ലം ചിന്നക്കടയിലും നടപ്പാക്കുമെന്നും പറയുന്നുണ്ട്. മുൻ UDF സർക്കാരിന്റെ കാലത്ത് പ്രഖ്യാപിച്ച തിരുവനന്തപുരത്തെ 2ാം മെഡിക്കൽ കോളേജ് പൂർത്തിയാക്കുമെന്ന പ്രഖ്യാപനത്തിലും കഴിഞ്ഞ സർക്കാർ ഉപേക്ഷിച്ച ഹരിപ്പാട് മെഡിക്കൽ കോളേജ് പദ്ധതി ആവർത്തിച്ചതിലും ബജറ്റിന്റെ രാഷ്ട്രീയം വ്യക്തമാകുന്നുണ്ട്. തൊഴിലുറപ്പ് പദ്ധതിയുടെ മാറ്റങ്ങൾ ഒഴികെ കേന്ദ്ര സർക്കാരിനെതിരെ ബജറ്റിൽ വിമർശനമില്ല എന്നതും ശ്രദ്ധേയമാണ്. ബജറ്റിന് ദിശാബോധമില്ലെന്നാണ് പ്രതിപക്ഷം വിമർശിക്കുന്നത്. ഭാവി കേരളത്തെ രൂപപ്പെടുത്താനുള്ള ഒരു ബ്ലൂ പ്രിന്റും ഇതിൽ കാണാനില്ല. ഈ വിമുഖ സമീപനം പൂർണ്ണമായി കൈയൊഴിയുന്ന നിലയാണ് ഇപ്പോൾ അവതരിപ്പിച്ച ബജറ്റിലുള്ളത്. ഈ ബഡ്ജറ്റ് എന്ന് പറയുന്നത് സുന്ദര ആശയങ്ങൾ വെച്ച് കളിക്കണ പരിപാടിയല്ല. അതിന് പണം കണ്ടെത്തലാണ്. വരുമാനം ഇല്ലാതെ വരുമ്പോ ഈ വികസന വാചകോടി എന്ന് പറയുന്നുണ്ട്. വാചകോടി നിന്നു. ജനപക്ഷ ബജറ്റ് എന്ന് റവന്യൂ മന്ത്രി AP അനിൽകുമാർ. പ്രതീക്ഷിച്ചതുപോലെ അവരുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും അഡ്രസ്സ് ചെയ്യുന്ന ഒരു ബജറ്റാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. തീർച്ചയായിട്ടും ഒരു പക്ഷമുണ്ട്. ആ പക്ഷം എന്ന് പറയുന്നത് കേരളത്തിലെ പാവപ്പെട്ടവരുടെ പക്ഷമാണ്. ബജറ്റിൽ പ്രഖ്യാപിച്ചിരിക്കുന്ന പദ്ധതികൾക്കുള്ള പണം എവിടെ നിന്ന് വരുമെന്നാണ് BJPയുടെ ചോദ്യം. ഈ ബജറ്റ് പുതുയുഗ കേരളം ബജറ്റ് തയ്യാറാക്കിയ കടലാസിൽ അവശേഷിക്കും. കേരളത്തിൽ പുതുയുഗ കേരളം ഉണ്ടാകാൻ ഈ ബജറ്റ് കാരണം സാധ്യമല്ല. 24 തിരുവനന്തപുരം. ന്യൂസ് ബ്രേക്സ് തുടരുന്നു. മാസപ്പടി കേസിൽ ചോദ്യം ചെയ്യലിന് പിന്നാലെ വീണ ടിയുടെ ലോക്കർ പരിശോധിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. തിരുവനന്തപുരം HDFC ബാങ്കിലെ ലോക്കറാണ് വീണയുടെ സാന്നിധ്യത്തിൽ ED ഉദ്യോഗസ്ഥർ പരിശോധിച്ചത്. ചോദ്യം ചെയ്യലിൽ വീണ ടി നൽകിയ മറുപടികളിൽ പൊരുത്തക്കേടുണ്ടെന്നാണ് EDയുടെ വിലയിരുത്തൽ. ഇപ്പോൾ ശേഖരിച്ച രേഖകൾ കൂടി പരിശോധിച്ച് വീണ്ടും ചോദ്യം ചെയ്യാനാണ് ED നീക്കം. ലോക്കർ തുറക്കുമ്പോൾ വിസ്മയമുണ്ടെങ്കിൽ അറിയാമല്ലോ എന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ പ്രതികരണം. കൊച്ചിയിലെ ഓഫീസിൽ 9 മണിക്കൂറോളം നീണ്ടുനിന്ന ചോദ്യം ചെയ്യലിൽ എഴുതി നൽകിയ മറുപടികളാണ് വീണ നൽകിയത്. തിരുവനന്തപുരം MG റോഡിൽ ആയുർവേദ കോളേജ് ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന HDFC ബാങ്കിലാണ് സ്വർണത്തിനുൾപ്പെടെ ലോക്കർ സൗകര്യങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളതെന്ന് വീണ മൊഴി നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ലോക്കർ തുറന്നു പരിശോധിച്ചത്. വീണ ടിയുടെ സാന്നിധ്യത്തിൽ രാവിലെ 11 മണിക്ക് ആരംഭിച്ച പരിശോധനാ നടപടികൾ 1 മണിവരെ നീണ്ടു. ബാങ്ക് ഇടപാടുകളുടെ വിവരങ്ങളും ലോക്കർ വിവരങ്ങളും ED ശേഖരിച്ചിട്ടുണ്ട്. ബേക്കർ ജംഗ്ഷനിലെ വീട്ടിൽ നടന്ന റെയ്ഡുമായി ബന്ധപ്പെട്ട് അക്രമ സംഭവങ്ങൾ ഉണ്ടായതിനാൽ കൂടുതൽ കേന്ദ്ര സേനാംഗങ്ങളെ വിന്യസിച്ചായിരുന്നു പരിശോധന. SFIOയിൽ നിന്നും അനുബന്ധ രേഖകൾ കൂടി ശേഖരിച്ച് ബാങ്ക് വിവരങ്ങളും പരിശോധിച്ച് വീണയെ വീണ്ടും ചോദ്യം ചെയ്യാനാണ് ED നീക്കം. മുൻപേയുള്ള അന്വേഷണമാണെന്നും ലോക്കർ തുറക്കുമ്പോൾ വിസ്മയമുണ്ടെങ്കിൽ കാണാമല്ലോ എന്നുമായിരുന്നു പിണറായി വിജയന്റെ പ്രതികരണം. അല്ല, അവർ വീട്ടിൽ വന്നതല്ലേ. ആ വീട്ടിൽ വന്നപ്പോൾ അവിടെ ഒരു ബാങ്ക് ലോക്കർ ഉണ്ട്. ബാങ്ക് ലോക്കർ അവർക്ക് കാണണമായിരിക്കും. നിങ്ങൾ ക്യാമറയും കൊണ്ട് ചെന്ന് നോക്ക് എന്തെങ്കിലും കിട്ടുമെന്നുള്ളത്. ലോക്കർ തുറക്കുമ്പോൾ മഹാകാര്യങ്ങളുണ്ടോ എന്ന് നോക്കാമല്ലോ. വേണമെങ്കിൽ വിസ്മയം ഉണ്ടോ നോക്കാമല്ലോ. അവിടെ പോയി നോക്കി. CMRL കമ്പനിയുമായുള്ള സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് SFIOയ്ക്ക് നൽകിയ സമാന മറുപടിയാണ് വീണ EDക്കും നൽകിയത്. IT സേവനങ്ങളെക്കുറിച്ച് CMRL പ്രതിനിധികളുമായി നേരിട്ടായിരുന്നു ചർച്ചകളെന്നും രേഖകൾ സൂക്ഷിച്ചിട്ടില്ലെന്നുമായിരുന്നു മറുപടി. 24 തിരുവനന്തപുരം.
ആരോഗ്യവകുപ്പ് ഡയറക്ടറേറ്റ് ഓഫീസിൽ അനിശ്ചിതത്വം. DHS സ്ഥാനത്ത് നിന്ന് നീക്കിയ നടപടി സ്റ്റേ ചെയ്ത ഉത്തരവുമായി എത്തിയ ഡോക്ടർ KJ റീനയ്ക്ക് കസേര ഒഴിഞ്ഞു നൽകാൻ താൽക്കാലിക ഡയറക്ടർ ഡോക്ടർ V മീനാക്ഷി തയ്യാറായില്ല. തർക്കത്തെ തുടർന്ന് ഇന്ന് നടക്കേണ്ട പകർച്ചവ്യാധി പ്രതിരോധ യോഗവും മുടങ്ങി. അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ വിധിക്കെതിരെ സർക്കാർ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകി. DHSനെ സംബന്ധിച്ച് ഒരു ചർച്ചയുമില്ല എന്ന് മന്ത്രി K മുരളീധരൻ പറഞ്ഞു. സ്ഥലം മാറ്റം സംബന്ധിച്ച് സർക്കാർ പുറത്തിറക്കിയ ഉത്തരവ് തൃപ്തികരമല്ലെന്ന് കാട്ടിയാണ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ഡോക്ടർ KJ റീനയ്ക്കെതിരായ നടപടി സ്റ്റേ ചെയ്തത്. 3 വർഷ കാലാവധി പൂർത്തിയാക്കിയതുകൊണ്ടുള്ള സ്വാഭാവിക നടപടിയെന്ന് സർക്കാർ വാദിച്ചെങ്കിലും അംഗീകരിച്ചില്ല. പിന്നാലെയാണ് ട്രൈബ്യൂണൽ ഉത്തരവുമായി റീന ജോലിയിൽ പ്രവേശിക്കാനെത്തിയത്. കോടതി പറയുന്നത് വരെയും തുടരും. കസേരയിൽ ഏതായാലും DHS ആണെന്ന് കോടതി പറഞ്ഞിട്ടുണ്ടല്ലോ. കോടതി വരരുതെന്ന് പറയണവരെ വരും. കോടതി പറയുന്നത് അനുസരിക്കേണ്ട ഒരു അവസ്ഥയിലാണ് ഞാനിപ്പോൾ. എന്നാൽ ആരോഗ്യവകുപ്പ് ഡയറക്ടറുടെ താത്കാലിക ചുമതലയുള്ള ഡോക്ടർ V മീനാക്ഷി കസേര ഒഴിഞ്ഞു നൽകാൻ തയ്യാറായില്ല. ഒഴിയേണ്ടതില്ലെന്ന് സർക്കാർ നിർദ്ദേശം ലഭിച്ചുവെന്നാണ് വിവരം. ഇരുവരും ജോലി സമയം കഴിയും വരെ ആരോഗ്യവകുപ്പ് ഡയറക്ടറുടെ ചേംബറിൽ തുടർന്നു. അതേസമയം പകർച്ചവ്യാധി പ്രതിരോധങ്ങൾ ചർച്ച ചെയ്യേണ്ട ഹൈപ്പവർ കമ്മിറ്റിയുടെ യോഗവും ഇന്ന് നടന്നില്ല. ഇന്നലെയാണ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ഡോക്ടർ KJ റീനയെ സ്ഥലം മാറ്റിയ സർക്കാർ ഉത്തരവ് മരവിപ്പിച്ചത്. ആരോഗ്യവകുപ്പ് ഡയറക്ടർ നിയമനവുമായി ബന്ധപ്പെട്ട് സർക്കാർ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകി. മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽമാരുടെ സ്ഥലം മാറ്റ ഉത്തരവും കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ നേരത്തെ സ്റ്റേ ചെയ്തിരുന്നു. 24 തിരുവനന്തപുരം. തിരുവനന്തപുരത്ത് നിന്ന് ഇപ്പോൾ ലഭിക്കുന്ന വാർത്തയിലേക്കാണ്. വിരമിച്ച ഉദ്യോഗസ്ഥരുടെ പുനർനിയമനങ്ങൾ സർക്കാർ റദ്ദാക്കി തുടങ്ങിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. വിരമിച്ചവരുടെ പുനർനിയമനം പരിശോധിച്ച് നീങ്ങാനുള്ള നീക്കത്തിലാണ് സർക്കാർ ഉള്ളത്. ഉഷ ടൈറ്റസിനെ അസാപ്പ് CMD സ്ഥാനത്ത് നിന്ന് നീക്കിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ഷഫീദ് റാവുത്തറുണ്ട് വിവരങ്ങൾ നൽകാനായി. ഷഫീദ്, തുടർ നടപടികളിലേക്ക് കടക്കുകയാണ് സർക്കാർ. വിരമിച്ച ഉദ്യോഗസ്ഥരുടെ പുനർനിയമനങ്ങളൊക്കെ റദ്ദാക്കി തുടങ്ങുന്നു. അമൃത, ഉറപ്പായിട്ടും. കാരണം നേരത്തെ ഇക്കാര്യത്തിൽ ഒരു പരിശോധനയൊക്കെ നടത്തുമെന്ന് സർക്കാർ അധികാരമേറ്റ സമയത്ത് തന്നെ വ്യക്തമാക്കിയ കാര്യമാണ്. മാത്രവുമല്ല, ഈ വിരമിച്ച ഉദ്യോഗസ്ഥർക്ക് പുനർനിയമനം നൽകിയ മുഴുവൻ കാര്യങ്ങളും പരിശോധിക്കപ്പെടാനുള്ള തീരുമാനം അത് സർക്കാർ തലത്തിൽ എടുക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട ആക്ഷൻ ഉണ്ടായിരിക്കുന്നു. ഉഷ ടൈറ്റസിനെ അസാപ്പ് CMD സ്ഥാനത്ത് നീക്കിയാണ് ഇപ്പോൾ സർക്കാർ ഉത്തരവിറക്കിയിരിക്കുന്നത്. ഇന്നാണ് ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവ് ഇറങ്ങിയതും. അന്ന് ഉഷ ടൈറ്റസിന് നിയമനവുമായി ബന്ധപ്പെട്ട് വലിയ വിവാദമായിരുന്നു. അത് സംഭവിക്കുന്നത് 2000 ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് വിരമിച്ച ഉഷ ടൈറ്റസ് IASനെ അസാപ്പ് CMD ആക്കിയതിലായിരുന്നു അന്ന് വലിയ വിവാദം നടന്നത്. മാത്രവുമല്ല, ഇഷ്ടക്കാർക്ക് വേണ്ടി പലതരത്തിലുള്ള കാര്യങ്ങളും നടത്തുന്നു എന്നൊക്കെയുള്ള കുറ്റപ്പെടുത്തൽ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാവുകയും ചെയ്തിരുന്നു. അന്നത്തെ ചീഫ് സെക്രട്ടറിയുടെ എതിർപ്പ് തള്ളി ഉഷ ടൈറ്റസിന് വേണ്ടി മാത്രമാണ് അസാപ്പിനെ കമ്പനിയാക്കിയതെന്നുള്ള ആക്ഷേപമടക്കം ഉയർന്നിരുന്നു. ഇതടക്കമുള്ള കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് പുതിയ സർക്കാർ അല്ലെങ്കിൽ UDF സർക്കാർ ഈ നീക്കം തടയാനുള്ള അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള നിയമനങ്ങളിൽ ഒരു പുനർചിന്ത എന്നുള്ള കാര്യം തീരുമാനിക്കുന്നത്. അതിന്റെ ആദ്യഘട്ടമെന്നോണമാണ് ഉഷ ടൈറ്റസിനെ അസാപ്പ് CMD സ്ഥാനത്ത് നിന്ന് നീക്കിയത്. മറ്റ് വിരമിച്ചവർക്കുള്ള പുനർനിയമനം സംബന്ധിച്ചും സർക്കാർ പരിശോധന നടത്തി വരികയാണ്. അമൃത, ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്. വിരമിച്ച ഉദ്യോഗസ്ഥരുടെ പുനർനിയമനങ്ങൾ റദ്ദാക്കി തുടർ നടപടികളിലേക്ക് കടക്കുകയാണ് സർക്കാർ. സംസ്ഥാനത്ത് ആശങ്കയുയർത്തി ഷിഗല്ല വ്യാപനം. ഈ മാസം മാത്രം സ്ഥിരീകരിച്ചത് 110 കേസുകളാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന നിപ രോഗബാധിതന്റെ നില അതീവ ഗുരുതരമായി തുടരുന്നു. പുതിയതായി 19 പേർക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചതോടെ 110 പേർക്കാണ് ജൂൺ മാസം മാത്രം ഷിഗല്ല സ്ഥിരീകരിച്ചത്. ഈ വർഷം രോഗം ബാധിച്ചവരുടെ എണ്ണം 186 ഏറ്റവും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കോഴിക്കോട് ജില്ലയിലാണ്. 83 കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. അതേസമയം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന നിപ്പ രോഗബാധിതന്റെ നില അതീവ ഗുരുതരമായി തുടരുകയാണ്. രോഗി ഇപ്പോഴും വെന്റിലേറ്ററിലാണ്. സമ്പർക്ക പട്ടികയിൽ പുതിയ ആളുകളില്ല. നിലവിൽ 104 പേരാണ് സമ്പർക്ക പട്ടികയിലുള്ളത്. അതേസമയം മെഡിക്കൽ കോളേജിൽ നിരീക്ഷണത്തിലുണ്ടായിരുന്ന ഒരാളുടെ പരിശോധന ഫലം നെഗറ്റീവായതിനെ തുടർന്ന് ഡിസ്ചാർജ് ചെയ്തു. നിലവിൽ 3 പേർ മാത്രമാണ് മെഡിക്കൽ കോളേജിൽ നിരീക്ഷണത്തിൽ തുടരുന്നത്. 24 കോഴിക്കോട്. തിരികെ സ്വാഗതം. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ പദ്ധതി മറയാക്കി വ്യാജരേഖ നിർമ്മിച്ച് 300 കോടിയുടെ തട്ടിപ്പിന് ശ്രമിച്ച കേസിൽ മുഖ്യപ്രതി അറസ്റ്റിൽ. മലപ്പുറം സ്വദേശി സൽമാനുൽ ഫാരിസിനെ കൊച്ചിയിലെ സുഹൃത്തിന്റെ വീട്ടിൽ നിന്നാണ് പിടികൂടിയത്. സൽമാൻ വ്യാജരേഖ അയച്ചു നൽകിയ കൊച്ചി സ്വദേശിയായ യുവതിയുടെ മൊഴിയും പോലീസ് രേഖപ്പെടുത്തി. ഈ രേഖ വ്യാജമായി നിർമ്മിച്ച് വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ടെൻഡർ കിട്ടിയെന്ന് വിശ്വസിപ്പിച്ചായിരുന്നു തട്ടിപ്പിന് ശ്രമം. വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുടെ പരാതിയിൽ തമ്പാനൂർ പോലീസാണ് കേസെടുത്തത്. പ്രതിയായ സൽമാനുൽ ഫാരിസ് വ്യാജരേഖ കൊച്ചി സ്വദേശിയ യുവതിക്ക് അയച്ചുവെന്ന് പോലീസിന് വിവരം ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ തമ്പാനൂർ പോലീസ് യുവതിയെ ചോദ്യം ചെയ്യാനെത്തിയപ്പോഴാണ് സൽമാനുൽ ഫാരിസും വീട്ടിലുണ്ടെന്നറിഞ്ഞത്. തുടർന്നാണ് തൃക്കാക്കരയിലെ വീട്ടിൽ നിന്ന് ഇയാളെ അറസ്റ്റ് ചെയ്തത്. യുവതിയുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുമുണ്ട്.
യുവതിയുടെ ഫോണും പോലീസ് കസ്റ്റഡിയിലെടുത്തു. സൽമാനുൽ ഫാരിസിന്റെ ഫോണും ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ച് വ്യാജരേഖയുടെ ഉറവിടം കണ്ടെത്തും. വിഴിഞ്ഞം MDയുടെ വ്യാജ സീൽ ഉൾപ്പെടെ വെച്ചായിരുന്നു രേഖയുണ്ടാക്കിയത്. സൽമാനുൽ ഫാരിസിന്റെ പശ്ചാത്തലവും പോലീസ് അന്വേഷിച്ചു വരികയാണ്. 24 തിരുവനന്തപുരം. ന്യൂസ് ബ്രേക്സ് പൂർണ്ണമാകുന്നു. ഇനി പൊതുജനം കഴുതയില്ല സാർ എന്ന പരിപാടി കാണാം. വി ദിലീപ് കുമാർ ചേരും. നമസ്കാരം.